ഒരു സ്ക്യൂർ വെച്ച് കൊടുക്കുന്നുണ്ട്, കഴിക്കുന്നത് കാണാം നമുക്കിവർ എല്ലാവരും. എന്തായാലും ട്രൈ ചെയ്യാം, പേടിച്ചിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് ആ വ്യൂ കണ്ടു, അടുത്ത് നമുക്ക് അടുത്ത കാഴ്ചയിലേക്ക് പോവാം. എല്ലാവർക്കും ഹായ്, എൻ്റെ പേര് ഷാനു എന്നാണ്. ഞാൻ ഇവിടെ ജർമ്മനിയിൽ 2 വർഷമായിട്ട് ബാച്ചിലേഴ്സ് പഠിക്കുകയാണ്. ഞാൻ 2023 വന്നതാണ് ഇവിടെ ജർമ്മനിയിൽ. ഞാൻ നാട്ടിൽ ട്രിവാൻഡ്രത്ത് നിന്നാണ് വരുന്നത്. പക്ഷേ പഠിച്ചതും വളർന്നതൊക്കെ ഷാർജയിലാണ്, UAE-യിലാണ്. അപ്പം ഈ എന്താ പറയുക, ജർമ്മനിയിൽ വരുന്നതിന് മുന്നേ തന്നെ എനിക്കൊരു വ്ലോഗ് തുടങ്ങണം എന്നൊരു ഐഡിയ ഉണ്ടായിരുന്നു. കാരണം ഞാൻ യാത്ര ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഒരുപാട് യാത്രകളൊന്നുമല്ല, അത്യാവശ്യം യാത്രയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് എങ്ങനെയാണെന്ന് പറയുക, അപ്പം നിങ്ങളോട് എങ്ങനെ പങ്കുവയ്ക്കണം എന്നോ അല്ലെങ്കിൽ നിങ്ങളോട് അത് എങ്ങനെ വിഷ്വലായിട്ട് കാണിച്ചു തരും എന്നുള്ളതൊക്കെ ഒരുപാട് ചിന്തകൾ എനിക്കുണ്ടായിരുന്നു. ഒരുപാട് യാത്രകളിൽ ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഒരു വ്ളോഗ് ചെയ്താലോ എന്നുള്ളത്. പക്ഷെ അന്നൊന്നും എനിക്കൊരു എന്താ പറയുക, അതെങ്ങനെ നിങ്ങളിൽ എത്തിക്കാം എന്നൊരു ഐഡിയ എനിക്കുണ്ടായിരുന്നില്ല. ഇപ്പോഴും എനിക്ക് ഉണ്ടോ എന്ന് അറിയില്ല. പക്ഷേ ഞാൻ ഇപ്പം എന്താ പറയുക, ഞാനിപ്പോൾ ഒരുപാട് ചിന്തിച്ചു ഒരു വ്ളോഗ് തുടങ്ങുന്നതിന് മുന്നേ. ലൈക്ക് നിങ്ങളെങ്ങനെ അത് അക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഒരു വ്ളോഗ് എങ്ങനെ സംസാരിച്ച് നിങ്ങളിലൂടെ എങ്ങനെ എത്തിക്കും, വിഷ്വൽസ് കാണിച്ച് നിങ്ങളിലൂടെയൊക്കെ എങ്ങനെ എത്തിക്കും എന്നൊക്കെയുള്ള ഒരുപാട് ചിന്തകൾ എനിക്കുണ്ടായിരുന്നു. അപ്പം ഇതെൻ്റെ തുടക്കമാണ്, എൻ്റെ ആദ്യത്തെ വ്ളോഗാണ്. അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം, എനിക്കത് മാത്രമേ പറയാനുള്ളൂ, വേറെ ഒന്നുമില്ല ഇപ്പോൾ പറയാനായിട്ട്. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ വിലപ്പെട്ടതാണ്. കാരണം ഇതെൻ്റെ തുടക്കം മാത്രമാണ്. എനിക്ക് അങ്ങനെ ഒരു വ്ളോഗ് ചെയ്തിട്ടൊരു മുൻ പരിചയമോ അങ്ങനെ ഒരു കാര്യമോ ഒന്നുമില്ല. അപ്പോൾ ഞാൻ ഒരുപാട് ചിന്തിച്ചിട്ട് പിന്നെ ഒരു തീരുമാനമെടുത്തു. ലൈക്ക് എന്നെക്കൊണ്ട് കഴിയുന്ന പോലെ ഞാൻ ചെയ്യാം എന്നൊരു തീരുമാനം എടുത്തു. എന്നെക്കൊണ്ട് പറ്റുന്ന എൻ്റെ ബെസ്റ്റ് ഞാൻ ഇതിലിടും എന്നൊരു തീരുമാനം ഞാൻ എടുത്തു. അതാണ് നിങ്ങളിനി കാണാൻ പോകുന്നതൊക്കെ. അപ്പം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു ക്രിസ്മസ് മാർക്കറ്റ് പോയായിരുന്നു എർഫൂട്ട് എന്ന് പറയുന്ന സിറ്റിയിൽ. ഈ എർഫൂട്ട് എന്ന് പറയുന്ന സിറ്റി ഈ തുരിങ്കിയ എന്ന് പറയുന്നൊരു ജർമ്മൻ സ്റ്റേറ്റിൽ വരുന്നൊരു സിറ്റിയാണ്. അപ്പോൾ ഞാൻ പഠിക്കുന്നത് ഷ്മാൽ കാൾഡനിലാണ്. അപ്പം ഷ്മാൽ കാൾഡനിൽ നിന്നൊരു ട്രെയിൻ വഴി 1.5 മണിക്കൂർ ദൂരമുണ്ട് എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. ഇപ്പം ഞാൻ നിൽക്കുന്നത് എർഫൂട്ടിലാണ്. കുറച്ച് നാളത്തേക്ക് ഞാൻ എർഫൂട്ടിലാണ് എൻ്റെ താമസം. അപ്പം ഇവിടെ നിന്ന് ഒരു 15 മിനിറ്റേ ഉള്ളൂ. അപ്പം ഞാൻ എന്താ പറയുക, ഞാൻ ഒരു തവണ ക്രിസ്മസ് മാർക്കറ്റിൽ പോയിട്ടുള്ളതാണ്. അത് കഴിഞ്ഞ വർഷം കൊളോണിൽ പോയതാണ്. അപ്പം അന്നും ഇതേ ഒരു അവസ്ഥയായിരുന്നു. ഒരു വ്ളോഗ് എടുത്താൽ കൊള്ളാമെന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഒരുപാട് ചിന്തകൾ കാരണം അതൊരു തടസ്സമായി പോയി. അപ്പം ഇനി പോകുന്ന അനുഭവങ്ങളൊന്നും ഞാൻ അങ്ങനെ എന്താ പറയുക, ഇനി അതൊക്കെ ഞാൻ പങ്കുവയ്ക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. കാരണം എൻ്റെ തടസ്സങ്ങളൊന്നും ഇനി ഉണ്ടാവില്ല. അപ്പോൾ എന്താണ് ക്രിസ്മസ് മാർക്കറ്റ് എന്ന് വെച്ചാൽ, ഈ ക്രിസ്മസിൻ്റെ 1 മാസം മുന്നേ തുടങ്ങുന്നൊരു ഇവൻ്റാണ് ക്രിസ്മസ് മാർക്കറ്റ്. അതായത് ഞാൻ പോകുന്നത് എർഫൂട്ട് എന്ന് പറയുന്ന സിറ്റിയിലാണ്. കഴിഞ്ഞ വർഷം മുതൽ കൊളോൺ എന്ന് പറയുന്ന സിറ്റിയിലാണ്, ജർമ്മനിയിൽ തന്നെ. ഇപ്പോൾ യൂറോപ്പിലെ പല പല സിറ്റികളിൽ, ഇപ്പം ഓസ്ട്രിയയിലാണെങ്കിൽ വിയന്ന അങ്ങനത്തെ സിറ്റികളിലും, ജർമ്മനിയിലാണെങ്കിൽ കൊളോൺ, ബെർലിൻ, അങ്ങനെ പല പല സിറ്റികളിൽ ഈ ഒരു കാർണിവൽ പോലെ നടത്തുന്ന ഒരു ഫെസ്റ്റിവൽ പോലെ, കാർണിവൽ എന്ന് പറയാം, ഒരു കാർണിവലാണ് ക്രിസ്മസ് മാർക്കറ്റ്. ബേസിക്കലി ഒരുപാട് റൈഡ്സും ഷോപ്സും സ്ട്രീറ്റ് ഫുഡ്സും ഒക്കെ ആയിട്ട് എന്താ പറയുക, ഒരു ഫെസ്റ്റീവ് വൈബ് തന്നെയാണ് അവിടെ പോകുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പം അതാണ് ക്രിസ്മസ് മാർക്കറ്റ് എന്ന് പറയുന്നത്. എന്തായാലും അത് വിശദമായിട്ട് നിങ്ങൾക്ക് ആ വിഷ്വൽസിൽ കാണാം. ലൈക്ക് കഴിഞ്ഞ ആഴ്ച പോയപ്പോൾ ഞാൻ ഒരുപാട് ഷൂട്ട് ചെയ്ത വിഷ്വൽസിലെ കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് അത് കാണുമ്പോൾ എന്താണെന്ന് നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും ക്രിസ്മസ് മാർക്കറ്റ് എന്നുള്ളത്. അപ്പോൾ ഞാൻ ഒരു ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ തന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാണ് നിങ്ങളിന്ന് കാണാൻ പോകുന്നത്. ഞാൻ എയർഫോർട്ടിൽ പോയിട്ടുള്ള ക്രിസ്മസ് മാർക്കറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നിങ്ങൾ ഈ വീഡിയോ ഉടനീളം കാണാൻ പോകുന്നത്. അപ്പം ഇതെൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്, ഫസ്റ്റ് വീഡിയോ ആണ്, എൻ്റെ തുടക്കമാണ്. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, പിന്നെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നമുക്ക് ഒരുമിച്ച് വളരാം. അപ്പോൾ നിങ്ങൾ തുടക്കത്തിൽ തന്നെ ഇതൊക്കെ കാണാൻ നിങ്ങൾ എന്താ പറയുക, എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം എൻ്റെ ആദ്യത്തെ വ്ളോഗ് തന്നെ നിങ്ങൾ എൻ്റെ തുടക്കം തൊട്ടേ നിങ്ങളുള്ളവരായതുകൊണ്ട് ഐ എം റിയലി ഹാപ്പി ടു സീ ദാറ്റ്. അപ്പം എനിക്കൊന്നും പറയാനില്ല പ്രത്യേകിച്ച്, ലൈക്ക് എന്താ പറയേണ്ടതെന്നും എനിക്കറിയില്ല. അപ്പം
അപ്പം എനിക്ക് ആകെ പറയാനുള്ളത് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം, അത് മാത്രമേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റിൽ അറിയിക്കാം. അപ്പം അതൊക്കെ ഞാൻ അതൊക്കെ ഞാൻ കേൾക്കുന്നതായിരിക്കും. ഞാൻ ശ്രമിക്കാം അതേപോലെ നിങ്ങളുടെ അഭിപ്രായത്തിലൂടെ ഒരു മാറ്റം വരുത്താൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പം തുടങ്ങാം. അപ്പം ഞാൻ പോവുകയാണ് ക്രിസ്മസ് മാർക്കറ്റിലേക്ക്. ഇപ്പം ട്രാമിലിരിക്കുകയാണ്. ഇവിടെ നിന്ന് ട്രാവൽ 10-15 മിനിറ്റ് ദൂരമുണ്ട്. അപ്പം ബാക്കി അടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കുന്നതാണ്. സോ സീ യു അറ്റ് ദ ക്രിസ്മസ് മാർക്കറ്റ്. എയർഫുഡ് ക്രിസ്മസ് മാർക്കറ്റിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ എനിക്ക് മെയിനായിട്ടും ഒരു ആകാംക്ഷ വരുത്തുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ ഒരു സ്റ്റെയർ കേസ് ഞാൻ കണ്ടു. അതായത് ഇതൊരു പള്ളിയാണ്, ചർച്ചാണ്. അപ്പം എല്ലാവരും ഇതിൻ്റെ മുകളിലേക്ക് പോവുകയാണ്. എന്തായാലും നമുക്കും ഒന്ന് പോയി നോക്കാം. അവിടെ ചെന്നിട്ട് എനിക്ക് തോന്നുന്നത് അവിടെ ചെല്ലുമ്പം അത്രയ്ക്കും നല്ലൊരു വ്യൂ ഉണ്ടാവും. ചിലപ്പം ഈ ഒരു ഒരു മുഴുവൻ ക്രിസ്മസ് മാർക്കറ്റിൻ്റെ ഒരു വ്യൂ അവിടെ കാണാൻ സാധിക്കും. അതായിരിക്കും എല്ലാവരും അവിടെ പോയി ഫോട്ടോ എടുക്കുന്നതും വീഡിയോ എടുക്കുന്നതൊക്കെ ഞാൻ കണ്ടു. എന്തായാലും ഞാനും അവിടെ പോയി ഒന്ന് ട്രൈ ചെയ്യുന്നതാണ്. നമുക്കൊന്ന് പോവാം. അപ്പം ഞാനും സ്റ്റെയറിൽ കയറി ഇങ്ങനെ പോവുകയാണ്. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു സംഭവം കാണാം. ഇത് സ്റ്റാറും ക്യാൻഡിലും എന്തോ ഒരു ഡെക്കറേറ്റീവാണ്. എനിക്കറിയില്ല അതിനെ പറ്റിയിട്ട്. പക്ഷേ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇവിടെ ഒരുപാട് പേര് ഒത്തുകൂടി നിൽക്കുന്നുണ്ട്. സംസാരിച്ചും ഒത്തുകൂടിയും ഫോട്ടോ എടുത്തൊക്കെ ഇവിടെ എല്ലാവരും ഇവിടെ ഒരു ടൈം സ്പെൻഡ് ചെയ്യുകയാണ്. പിന്നെ ഇവിടെ ഒരു ഷോപ്പുണ്ട്. I guess it's wine. ഇവിടെ മെയിൻ എല്ലാവരും വരുമ്പോൾ ട്രൈ ചെയ്യുന്ന ഒരു മെയിൻ സാധനമാണ് ഗ്ലൂ വൈൻ. ഗ്ലൂ വൈൻ ഈസ് ബേസിക്കലി പറയുകയാണെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് വൈനാണ്. അതിൽ വൈനിൽ ഇവർ സ്പൈസസ് ആഡ് ചെയ്യും. മെയിൻലി എനിക്ക് തോന്നുന്നത് ഈ ക്ലോവ്സ് ആയിരിക്കും. ക്ലോവ്സും സിനമനും ആയിരിക്കും. ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. അപ്പം അത് ഒരു വൈൻ ചൂടാക്കിയിട്ട് അവർ തരും. അപ്പോൾ ആ ചൂട് വൈൻ എല്ലാവരും വാങ്ങിച്ച് ട്രൈ ചെയ്യുന്നുണ്ട്. കാരണം ഈ ഒരു തണുപ്പ് സമയത്ത് ഒരു തണുപ്പ് സീസണിൽ എനിക്ക് തോന്നുന്നു ഇറ്റ് ഹെൽപ്സ് ടു കീപ് ദം വാം. അവർക്ക് അവരുടെ ഒരു നമ്മൾ പറയത്തില്ല, നമ്മൾ ഈ നമ്മുടെ നാട്ടിൽ ഈ തണുപ്പ് സമയത്ത് ഈ കട്ടൻ ചായ കുടിക്കുന്ന പോലെ ആയിരിക്കും ഇവർക്ക് ഈ ക്രിസ്മസ് സമയത്ത് ഈ തണുപ്പത്ത് ഗ്ലൂ വൈൻ കുടിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ഇപ്പം ടോപ്പിലെത്തിയിരിക്കുന്നു. ഇതാണ് ഇവിടെ നിന്നുള്ള വ്യൂ. ഇതാണ് ഇത്. ആക്ച്വലി ഈ ടോപ്പ് വ്യൂ അല്ല, ഇതൊരു ചർച്ചിലേക്കുള്ള ഒരു എൻട്രൻസ് ആണ് ആക്ച്വലി. അപ്പം അവിടെയാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ആക്ച്വലി ഇന്ന് ക്ലോസ്ഡ് ആണ്. എനിക്കൊന്ന് സൺഡേസ് മാത്രമേ ഇത് ഓപ്പൺ ചെയ്യുള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും വ്യൂ ഒന്ന് നമുക്ക് കാണാം. നല്ലൊരു വ്യൂ ആണ്. എനിക്ക് എൻ്റെ ഇവിടെ അത്ര എന്ന് വെച്ചാൽ നമ്മളിപ്പം ഒരു അത്രയ്ക്ക് നമ്മൾ എടുത്തതെന്ന് വെച്ചാൽ ഭയങ്കര ഒരു വ്യൂ ഒന്നുമല്ല. നമുക്കൊരു സിറ്റിയുടെ വ്യൂ കിട്ടത്തില്ല. നമുക്ക് സിറ്റി വ്യൂ എസ്പെഷ്യലി നൈറ്റ് ടൈമിൽ അത് കിട്ടുന്നില്ല. ഒരു ഒരു ക്രിസ്മസ് മാർക്കറ്റിൻ്റെ ഒരു 3/4 വ്യൂ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അതൊരു നല്ലൊരു മോശമല്ല, പക്ഷെ നല്ലൊരു രസമുണ്ട്. അത്
അതായത് നമുക്ക് ഈ മുകളിൽ നിന്നിട്ട് ഈ ആൾക്കൂട്ടവും ലൈക്ക് ആൾബഹളവും ഒക്കെ കാണുമ്പം നല്ലൊരു എന്താ പറയുക, നല്ലൊരു രസമുണ്ട്. ലൈക്ക് എല്ലാവരും പോകുന്നതും ഈ വീൽസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ആ വീലിൻ്റെ മെയിനായിട്ട് ഈ വീലാണ് നമ്മുടെ മെയിൻ ഹൈലൈറ്റ്. കാരണം ആ ഒരു ലൈറ്റിങ്, ലൈക്ക് പല കളർഫുൾ ലൈറ്റിങ്ങും കാരണമൊക്കെ നമുക്കൊരു എന്താ പറയുക, ഒരു അട്രാക്ഷൻ തന്നെ പറയാം, അട്രാക്ഷനാണെന്ന് തന്നെ പറയാം. അതിൻ്റെ ഓൾ ദ മെയിൻ തിങ് ഓഫ് ദാറ്റ് ഒരു ക്രിസ്മസിൻ്റെ ഈ മാർക്കറ്റിൻ്റെ മെയിൻ ഹൈലൈറ്റായിട്ട് നിൽക്കുന്നത് ഈ ഫെറി വീല് തന്നെയാണ്. അതൊരു എന്തെങ്കിലും ഡിനൈ ചെയ്യാൻ പറ്റില്ല. ലൈക്ക് ദാറ്റ്സ് എ ബെസ്റ്റ് വൺ. ലൈക്ക് ആ കളർ ലൈറ്റിങ്സും ഒക്കെ ആകുമ്പോൾ നമുക്കൊരു എന്താ, നമ്മൾ അവിടെ തന്നെ മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മൾ അവിടെ തന്നെയാണ് നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. ഞാൻ ഇന്ന് ഈ ഫെറി വീല് ട്രൈ ചെയ്യാൻ പോവാണ്. എനിക്ക് തോന്നുന്നു ഞാൻ കുട്ടിക്കാലത്ത് കയറിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ ഫെറി വീല്. അതിനുശേഷം ഞാൻ കയറിയിട്ട് പോലും ഇല്ല. അതും വളരെ പേടിയായിരുന്നു എനിക്കന്ന്. ഞാൻ വളരെ ചെറുതായിരുന്നു. പണ്ട് ഞാൻ UAE വെച്ചായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് കയറിയതാണ്. ഷാർജയിൽ വെച്ച് ഒരു ഫെറി വീലിൽ കയറിയിട്ടുള്ളൊരു അറിവ് മാത്രമേ ഉള്ളൂ. പിന്നെ അതിനുശേഷം ഞാൻ ഫെറി വീലിൽ കയറിയിട്ടില്ല. പക്ഷേ എനിക്ക് ഇവിടെ വന്നപ്പോൾ എനിക്ക് കയറണമെന്ന് തോന്നിയിട്ടുമില്ല. പക്ഷേ ഈ എയർഫൂട്ടിൽ വന്നപ്പോൾ ഈ ക്രിസ്മസ് മാർക്കറ്റിലെ മെയിൻ അട്രാക്ഷനായിട്ട് തിളങ്ങി നിൽക്കുന്നത് ഈ ഒരു എന്താ പറയുക, ഇത് തന്നെയാണ്. ലൈക്ക് നമ്മൾ ഒരു എന്താ പറയുക, നമ്മളിപ്പം ദൂരം പോകുമ്പോഴായാലും ഒരു ലൈക്ക് ഇറ്റ്സ് ദ ഐ വുഡ് സേ ദാറ്റ്സ് ഇത് തന്നെയാണ് ഈ ഒരു എൻ്റയർ ക്രിസ്മസ് മാർക്കറ്റിൻ്റെ ഒരു ഫേസ് എന്ന് പറയുന്നത്, ഫേസ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പം ഞാൻ ഇപ്പം ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ ലൈക്ക് ഒന്ന് കയറി നോക്കി എങ്ങനെയാണെന്നൊന്ന് അറിയണം. ലൈക്ക് ഈ ഫെറി വീലിൽ ലൈക്ക് നല്ല ക്യൂ ആണ്. ഈവൻ വീക്ക് ഡേയ്സ് ആയാൽ പോലും നല്ലൊരു ക്യൂ ഉണ്ട്. ഞാനൊന്ന് തീരുമാനിച്ചിട്ട് എന്തായാലും ട്രൈ ചെയ്യുന്നതാണെന്ന്. അപ്പം ഗൈസ്, ഇതാണ് ആ ഫെറി വീല്. അപ്പോൾ എന്താ പറയുക, ഞാൻ പറഞ്ഞായിരുന്നല്ലോ ലൈക്ക് എനിക്ക് ചെറുതിൽ ഒരു തവണ കയറിയൊരു ഓർമ്മയുള്ളൂ. അതും ഒരുപാട് നിലവിളിച്ചിട്ടായിരുന്നു. വളരെ പേടിയായിരുന്നു എനിക്കന്ന്. പക്ഷെ ഇന്ന് ഇത് കണ്ടപ്പോൾ എനിക്ക് അത്ര പേടിയായിട്ട് തോന്നുന്നില്ല. പക്ഷെ അറിയാൻ പറ്റുന്നില്ല, ലൈക്ക് അവിടെ ഈ കാര്യം എടുക്കുമ്പോഴല്ലേ നമുക്ക് തന്നെ ഗൗരവം മനസ്സിലാവുന്നത്. അപ്പം അത് എന്താ പറയുക, ചിലപ്പോൾ അപ്പോഴായിരിക്കും പേടി ഉണ്ടാകുന്നത്. എന്തായാലും ട്രൈ ചെയ്യാം, പേടിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പം ഓക്കെ, നമുക്ക് നോക്കാം. Dankeschön. Ja. എനിക്ക് ടിക്കറ്റ് കിട്ടി. ഇനി ഞാനിത് വെയിറ്റിംഗ് ആണ്, ലൈക്ക് വെയിറ്റ് ചെയ്യുകയാണ്. ഒരു റൗണ്ട് കഴിഞ്ഞിട്ട് അടുത്ത റൗണ്ടിൽ കയറി എന്താണെന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എങ്ങനെയാണെന്ന് എക്സ്പീരിയൻസ് നമുക്കൊന്ന് നോക്കാം. ഞാൻ എന്തായാലും കുറേ നേരം കൊണ്ട് വിചാരിക്കുമായിരുന്നു ട്രൈ ചെയ്യണോ, വേർത്താണോ എന്നുള്ളതൊക്കെ ചിന്തിച്ചിട്ട് കാര്യമില്ല. എന്തായാലും ട്രൈ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. എന്തായാലും ഇത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ എന്തായാലും കാണിച്ചു തരാം. എനിക്കെങ്ങനെ തോന്നി എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. എനിക്ക് ആക്ച്വലി പേടി ഇതൊന്നുമല്ല, ഈ റൈഡും അല്ല. ഇപ്പോൾ ഈ ഷോട്ട് എടുക്കുന്ന സമയത്ത് എൻ്റെ ഫോൺ വീഴുമോ എന്നുള്ളൊരു പേടി മാത്രമേ ഉള്ളൂ, വേറൊരു പ്രശ്നവുമില്ല. എന്തായാലും സേഫാണ്. ലൈക്ക് എന്താ പറയുക, അത്ര സ്പീഡിൽ പോകുന്നതല്ല, അതുകൊണ്ട് നമ്മളുടെ കൺട്രോളിലാണ് നിൽക്കുന്നത്. അപ്പം എടുക്കുന്നത് ലുക്ക് അറ്റ് ദ വ്യൂ, ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. യു ക്യാൻ സീ ഇറ്റ്. ലൈക്ക്
You can see all the crowds gathering around. It's really beautiful to see that. ഒരുപാട് ക്രൗഡും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, ഒരു ബഹളവും ആളൊച്ചയും ഒക്കെ ആയിട്ട്. ഇറ്റ്സ് റിയലി വണ്ടർഫുൾ. ലൈക്ക് ഐ കുഡ് സേ ദാറ്റ് ദിസ് ഇസ് ദ മോസ്റ്റ് ഹാപ്പനിങ് പ്ലേസ് in effort right now, and I definitely recommend all of you to visit it. Look how beautiful, like. ഞാൻ ട്രൈ ചെയ്തു. ലൈക്ക് എന്താ പറയുക, നമുക്കൊരു അത്ര ഒരു പേടിയില്ല, കാരണം അത് ഭയങ്കര സ്ലോ ആയിട്ടാണ് കൊണ്ടുപോയത്. പക്ഷേ നമ്മളൊരു എന്താ പറയുക, ഞാൻ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ലൈക്ക് ബ്യൂട്ടിഫുൾ ആണ്, ഓക്കെ. പക്ഷെ നമ്മൾ അതൊരു അത്ര ഒരു എക്സൈറ്റിംഗ് എക്സ്പീരിയൻസ് ഒന്നുമല്ല. ലൈക്ക് ഡെഫിനറ്റ്ലി നമുക്ക് എന്താ ചെയ്യാന്ന് വെച്ചാൽ, ലൈക്ക് ഒരു ടോപ്പ് വ്യൂ കിട്ടും. നമ്മൾ ഓൾമോസ്റ്റ് ആ സ്റ്റേഴ്സിൻ്റെ മുകളിൽ പോയി കണ്ട അതേ വ്യൂ തന്നെയാണ് ഇവിടെ കിട്ടുന്നതും. പ്രത്യേകിച്ച് അങ്ങനെ ഒരു വലിയ വ്യത്യാസം തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നത് ഈ നൈറ്റ് ടൈം ആയതുകൊണ്ടായിരിക്കും. കാരണം ഈ നൈറ്റ് ടൈം ആയതുകൊണ്ട് നമുക്ക് ഈ ക്രിസ്മസ് മാർക്കറ്റിൻ്റെ വ്യൂ നല്ലപോലെ കാണാം, ബിക്കോസ് ഓഫ് ദി ലൈറ്റ്സ്. കാരണം ലൈറ്റ് ഇലുമിനേറ്റഡ് ആയതുകൊണ്ട് നമുക്ക് ആ ഒരു വ്യൂ നല്ലപോലെ കിട്ടുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഡേ ടൈമിലായിരിക്കും ഇത് ട്രൈ ചെയ്യുന്നത് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്ക് ഒരു ഫുൾ എന്താ പറയുക, ഒരു സിറ്റിയുടെ ഒരു വ്യൂ കിട്ടും. ക്രിസ്മസ് മാർക്കറ്റ് അലോങ് വിത്ത് ദ സിറ്റി വ്യൂ നമുക്ക് സിറ്റിയും കാണാൻ കഴിയും. അപ്പോൾ അത് ഫുൾ ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ വ്യൂ ആണ്. അപ്പം എന്തായാലും മീൻസ് എന്താ പറയുക, വേർത്തല്ല എന്ന് ഞാൻ പറയില്ല. ലൈക്ക് ഇറ്റ്സ് ഫൺ, ലൈക്ക് ഇറ്റ്സ് നൈസ് ടു സീ. ലൈക്ക് അതൊരു നല്ല രസം ഉണ്ടായിരുന്നു. പിന്നെ അത്ര ഒരു ഭയാനകമായിട്ട് തോന്നിയില്ല, കാരണം അത്ര വളരെ സ്ലോ ആയിരുന്നു, അത്ര വലിയൊരു ഫെറി വീലല്ലല്ലോ. അപ്പം അതുകൊണ്ടൊക്കെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും ഓക്കെ ആയിരുന്നു. ഞാനൊരു എന്താ പറയുക, ഒരു ഔട്ട് ഓഫ് 10 10 ഞാനൊരു 7 കൊടുക്കാം. അത്ര ഒരു എക്സ്പെക്റ്റേഷൻ വെച്ച് പോകേണ്ട ഒരു കാര്യമില്ല. അത്ര വലിയ അടിപൊളി വ്യൂ ഒന്നും കിട്ടത്തില്ല. ജസ്റ്റ് ഇപ്പം നിങ്ങളിപ്പം ജസ്റ്റ് ഒരു ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു ഫെറി വീലിൽ കയറി എങ്ങനെയാ ജസ്റ്റ് ഒന്ന് പോകണം എന്നുള്ളൊരു ലോ എക്സ്പെക്റ്റേഷൻ വെച്ച് പോയാൽ നല്ലതായിരിക്കും. ഭയങ്കര ഒരു ഹൈ എക്സ്പെക്റ്റേഷൻസ് വെച്ചിട്ട് ലൈക്ക് അത്ര ഗോർജിയസ് വ്യൂ ഒന്നും കിട്ടത്തില്ല. എനിക്കൊന്നും നൈറ്റ് ടൈം ആയതുകൊണ്ടായിരിക്കും. ഞാനിപ്പം നൈറ്റ് ടൈം ആയതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ലൈറ്റ്സിൻ്റെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള എനിക്ക് തോന്നുന്നു രാവിലെ ആകുമ്പോൾ കുറച്ചും കൂടെ സിറ്റി കാണാൻ പറ്റും. അപ്പം നല്ലൊരു വ്യൂ ആയിരിക്കും. അല്ലെങ്കിൽ സൺസെറ്റിൻ്റെ സമയം, അല്ലെങ്കിൽ സൺസെറ്റിൻ്റെ സമയത്തൊക്കെ ആയിരിക്കും ആ ഒരു ഇത് കിട്ടുന്നത്. എന്തായാലും ഓക്കെ ആയിരുന്നു, നന്നായിരുന്നു. നമുക്കിനി എന്തൊക്കെയാണ് ഉള്ളത് നമുക്ക് നോക്കാം. ഞാൻ ഇവിടെ ഒരുപാട് ഫുഡ് സ്റ്റോൾസുകളുണ്ട്. അപ്പോൾ എനിക്ക് പല പല രീതിയിലുള്ള ഫുഡ് സ്റ്റോൾസ് ഉണ്ട്. ഒരെണ്ണം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഞാൻ പറഞ്ഞ പോലെ ഒരു ഇതാണ്. ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ഗ്രിൽഡ് ചിക്കൻ പോലെയാണ്. അത് പോർക്കുണ്ട്, പിന്നെ ചിക്കനുണ്ട്, ബീഫുണ്ട്. അത് ഈ ഒരു സ്ക്യൂർ വെച്ച് കൊടുക്കുന്നുണ്ട്, കഴിക്കുന്നത് കാണാം നമുക്കിവർ എല്ലാവരും. അപ്പം അതൊന്നുണ്ട്. പിന്നെ ഉള്ളത് ഈ ക്രേപ്പ് എന്ന് പറയും. ക്രേപ്പ് ഈസ് ലൈക്ക് ബേസിക്കലി ഒരു നമ്മൾ ഈ ദോശ ചുടുന്ന പോലെ ചുട്ടു കൊടുക്കും. കാണിച്ചു തരാം ഞാൻ. ഇതാണ് ബേസിക്കലി ക്രേപ്പ് എന്ന് പറയും. നമ്മൾ ദോശ പോലെ ചുട്ടിട്ട് ലൈക്ക് അവർ സ്ട്രോബെറി, നമ്മൾ ഓരോ ടോപ്പിങ്സ് ഉണ്ടാവും. ലൈക്ക് ന്യൂട്ടെല്ല, ആപ്പിൾ, ഇതും ജാമും പല പല ടോപ്പിങ്സ് അനുസരിച്ചിട്ട് നമ്മുടെ ഒരു എന്താ പറയുക ക്രേപ്പ് വരും. ഇവിടെ നിങ്ങൾക്ക് പ്രൈസസ് കാണാം. ലൈക്ക് പ്രൈസ് വരുന്നത് ഇതേപോലെയാണ്. പല ഞാൻ പറഞ്ഞതുപോലെ ഷുഗറുണ്ട്, ഷുഗർ ആൻഡ് സിനമൻ ഉണ്ട്. പിന്നെ ഹെഡ്ബിയർ മാർമലഡ് മീൻസ് സ്ട്രോബെറി ജാം, ഹൈഡൽബിയർ മാർമലഡ് ഈസ് ലൈക്ക് ബെറി ജാം,
അപ്രിക്കോസൻ, അപ്പം പല പല ഇതുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ പ്രൈസസ്. എന്തായാലും എനിക്ക് ഈ ചിക്കൻ എനിക്കത്ര വലിയ വിശപ്പില്ല, അപ്പം ഞാൻ ജസ്റ്റ് ഒരു ക്രേപ്പ് ട്രൈ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. നോക്കാം, എന്തായാലും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കാം. അപ്പം ഞാൻ പേ ചെയ്തു. ഇനി ഇവർ എന്താ പറയുക, ഇത് ഞാൻ ടിക്കറ്റ് അവർക്ക് കൊടുക്കണം. എല്ലാം ഇവിടെ ടിക്കറ്റാണ്, അവർ പൈസ കൊടുക്കും, ടിക്കറ്റ് തരും. അത് വെച്ചാണ് എല്ലാം ചെയ്യുന്നത്. സിംപ്റ്റൺ സുഗർ, സിംപ്റ്റൺ സുഗർ. അപ്പം നമുക്ക് ഉണ്ടാക്കുന്നത് കാണാം. ഇങ്ങനെ ചുട്ടെടുക്കും. ഞാൻ സെലക്ട് ചെയ്തത് ഷുഗർ ആൻഡ് സിനമൻ ആണ്. അപ്പം നോക്കാം അവർ എന്തൊക്കെയാണ് ആഡ് ചെയ്യുന്നുള്ളത്. ഇത് സിനമൻ്റെ ടോപ്പിങ്സ് ആണ്. ഇത് ഷുഗറാണ്, ഇത് ഷുഗറാണ് ഇപ്പോൾ ആഡ് ചെയ്യുന്നത്. അടുത്തത് സിനമനാണ്. അതെ, പല പല ഫ്ലേവേഴ്സ് ഉണ്ട്. അതായത് ഈ ന്യൂട്ടെല്ല ഉണ്ട്, ഷുഗറുണ്ട്. ഐ മീൻ ഇതൊരു ക്രേപ്പാണ് ബേസിക്കലി. കിട്ടിയിരിക്കുന്നു, വളരെ പെട്ടെന്ന് കിട്ടി. ലൈക്ക് ഇതാണ് ക്രേപ്പ് എന്ന് പറയും. നമുക്കെന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ പല ഈ പല പല സ്ഥലത്ത് പോകുമ്പോൾ ഞാനിത് കാണുന്നതാണ്, ഈ ക്രേപ്പ് എല്ലായിടത്തും. ലൈക്ക് ഏതൊരു ഫെസ്റ്റിവലിൽ പോയാലും ഒരു സ്ട്രീറ്റ് ഫുഡിൻ്റെ ഒരു ഭാഗമായിട്ട് ഞാൻ ഈ സാധനം കണ്ടിട്ടുണ്ട്. ലൈക്ക് ഈവൻ ജർമ്മനിയിൽ പോലും പല സ്ഥലത്തും പല ഫെസ്റ്റിവൽസിലായാലും ഒരു സ്ട്രീറ്റ് ഫുഡ് പോലെ കണ്ടിട്ടുണ്ട്. പിന്നെ ഞാൻ എന്താ പറയുക, ഈ UAE-ലും ചില സ്ഥലത്ത്, UAE-ലും ഞാൻ കണ്ടിട്ടുണ്ട്. പല സ്ഥലത്തൊക്കെ പോകുമ്പോഴും ലൈക്ക് ഫെസ്റ്റിവൽ ഏരിയാസിലൊക്കെ ഉണ്ട്. ലൈക്ക് ഒരു ഫെസ്റ്റിവൽ ഏരിയയിൽ കൊടുക്കുന്ന ഒരു ഫുഡായിരിക്കാം ലൈക്ക് ക്രേപ്പ്. ലൈക്ക് ഈസി, കാരണം എനിക്ക് തോന്നുന്നു ഈസി ടു മേക്ക് സ്ട്രീറ്റ് ഫുഡാണ്. ഇപ്പം തന്നെ ഞാൻ ഇത് ഒരു മിനിറ്റിനകത്ത് കിട്ടി ഇത് റെഡി ആയിട്ട്. അപ്പം അത്രയും ക്വിക്കായതുകൊണ്ടായിരിക്കും. ലൈക്ക് ഇറ്റ്സ് എന്തായാലും ഞാൻ മുന്നേ ട്രൈ ചെയ്തിട്ടുണ്ട് ഇത്, പക്ഷേ എന്തായാലും ഇത് ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. ഇവിടെ നിന്ന് ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. ഇതെന്തായാലും ട്രൈ ചെയ്തിട്ട് അറിയിക്കാം. നല്ല ചൂടുണ്ട്. ഓക്കെയാണ് ഗൈസ്, നല്ലതാണ്. ലൈക്ക് ക്രേപ്പ് പോലെ തന്നെയാണ്. എനിക്ക് അങ്ങനെ ഡിഫറൻസ് ഒന്നുമില്ല. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ലൈക്ക് ഈ ഒരു തണുപ്പ് ക്ലൈമറ്റിലൊരു ചൂട് സ്ട്രീറ്റ് ഫുഡ് കഴിക്കുമ്പോൾ അതൊരു എന്താ പറയുക, ഒരു വേറൊരു കംഫർട്ടാണ്. ലൈക്ക് ഈ ഫീൽ, ലൈക്ക് അതൊരു വേറൊരു ഫീലാണ്. ലൈക്ക് എന്താ പറയുക, നമ്മൾ ഈ തണുപ്പ് സമയത്ത് ചൂട് ഫുഡ് കഴിക്കുമ്പോൾ നമ്മളെ ബോഡിക്കൊരു എന്താ പറയുക വാംത്ത് കിട്ടും. അപ്പം അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഇതൊന്ന് വാങ്ങിച്ചൊന്ന് കഴിക്കാമെന്ന് വിചാരിച്ചത്. എന്തായാലും കൊള്ളാം. പിന്നെ ഗൈസ്, ഇതാണ് ക്രിസ്മസ് മാർക്കറ്റ്. ഞാൻ ഈ ഫെറി വീലിൽ നേരത്തെ പോയപ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഈ മുകളിൽ പോയപ്പം ഈ ഒരു സ്ഥലം എനിക്ക് ശ്രദ്ധയിൽ വന്നു. എനിക്കൊന്ന് ഇതൊരു വ്യൂ പോയിൻ്റ് ആയിരിക്കും. ഇവിടുത്തെ ടോപ്പ് വ്യൂ എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് പോയി നോക്കാം. സ്റ്റെയറുള്ളത് ഞാൻ പോയി കണ്ടു. ഫെറി വീലിൽ നിന്നും ഒരു ടോപ്പ് വ്യൂ കണ്ടു. ഇനി ഇവിടെ ഉള്ളത് എങ്ങനെയാണെന്നൊന്ന് നോക്കാം. നമുക്ക് എന്തായാലും പോവാം. നമുക്ക് ഇത് അത്യാവശ്യം കുറച്ചുണ്ട്, സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചുണ്ട്. ലൈക്ക് കാണുന്നതാണ് എൻ്റെ ടോപ്പ് വ്യൂ പോയിൻ്റ്. അവിടെ നിന്ന് ഇവിടെ ഉള്ളത് കാണാൻ പറ്റും. അവിടെ നിന്ന് കണ്ടു നോക്കാം. ഇവിടെ നിന്ന് കയറുമ്പോഴേ നല്ല രസമുണ്ട് കാണാൻ. അവിടെ കയറി കണ്ടു നോക്കാം. ഈ ഒരു ലിഫ്റ്റിൽ കൂടെയാണ് നമ്മൾ മുകളിലേക്ക് എത്തിയത്. നമുക്ക് ആ വ്യൂ നിങ്ങൾക്ക് ഞാനിപ്പോൾ തന്നെ കാണിച്ചു തരാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. ഇതൊരു വ്യൂ പോയിൻ്റാണ് ബേസിക്കലി. ലൈക്ക് ഇതാണ് വ്യൂ പോയിൻ്റ്. ദിസ് ഈസ് ദ ബെസ്റ്റ് തിങ് ഐ ആം സീയിങ് റൈറ്റ് നൗ. സി, ഇവിടെ നിന്നുള്ള വ്യൂ ആണ് ഏറ്റവും ലൈക്ക് ഗൈസ്. ഞാനിത് ആ ഫെറി വീൽ കയറിയില്ലായിരുന്നെങ്കിൽ ഞാനിത് കാണത്തില്ലായിരുന്നു. ഞാൻ ഇവിടെ വരത്തില്ലായിരുന്നു. അപ്പം എന്ത് ബ്യൂട്ടിഫുള്ളാണ് നോക്കിയേ. നമുക്ക് ക്രിസ്മസ് മാർക്കറ്റ് മാത്രമല്ല, ഫുൾ സിറ്റി വ്യൂ കിട്ടുന്നുണ്ട്. എനിക്കൊന്ന് ഒരു ഡേ ടൈമിലൂടെ വരേണ്ടിയിരിക്കുന്നു. കാരണം ആ ഡേ ടൈം അല്ലെങ്കിൽ അറ്റ് ദ ടൈം ഓഫ് സൺസെറ്റ് എന്ത് ബ്യൂട്ടിഫുള്ളായിരിക്കും. അപ്പം ഒന്ന് ട്രൈ ചെയ്യണം. സി, നമ്മുടെ ക്രിസ്മസ് മാർക്കറ്റിൻ്റെ വ്യൂ നല്ല രസമുണ്ട് കാണാൻ.
ഇവിടെ നിന്ന് കാണുമ്പം വേറൊരു പ്രത്യേക ഒരു ഫീലാണ് നമുക്ക്. എല്ലാ ആളുകളും ബഹളവും ഒക്കെ ആയിട്ട് പോകുന്നു. മീൻസ് നല്ലൊരു വ്യൂ ആണ്. എനിക്കിഷ്ടപ്പെട്ടു, നല്ല ഇഷ്ടപ്പെട്ടു. ടോപ്പ് വ്യൂ കണ്ടു ഗൈസ്. പിന്നെ ഈ പോയിൻറ്റിൻ്റെ ഏരിയ തന്നെയാണെന്ന് തോന്നുന്നു. ലൈക്ക് യു ക്യാൻ സീ ഹിയർ ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരു ഷോപ്പുണ്ട്, അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഈ ഒരു ഏരിയ ക്രിസ്മസ് മാർക്കറ്റ് ഇങ്ങനെ എയർപോർട്ടിലുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ കഴിഞ്ഞ വർഷം കൊളോണിൽ ക്രിസ്മസ് മാർക്കറ്റ് പോയിട്ടുണ്ടായിരുന്നു. കൊളോൺ ഇവിടെ നിന്ന് ദൂരമുള്ള സ്ഥലമാണ്. ഞാൻ ആലോചിച്ചെന്ന് വെച്ചാൽ അടുത്തത്രയും ഇതുണ്ടായിട്ടും ഞാൻ എന്തിനാണ് അത്രയ്ക്ക് ദൂരെ പോയി ആ ക്രിസ്മസ് മാർക്കറ്റ് കണ്ടിട്ട് വന്നു എന്നുള്ളതാണ്. നമ്മൾ ചില സമയം നമ്മളെ കൺമുന്നിലുള്ള കാര്യം കാണത്തില്ല. എപ്പോഴാണെന്നറിയോ, നമ്മൾ ഈ കണ്ണെത്താ ദൂരത്തുള്ള സ്ഥലങ്ങളിലേക്ക് പോകുമ്പം നമ്മൾ കൺമുന്നിലുള്ളതൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. അതിൻ്റെ പ്രശ്നമാണ്. സത്യം പറഞ്ഞ ഈ സ്ഥലം എൻ്റെ വീട്ടിൽ നിന്ന് ആകെ 10-15 മിനിറ്റേ ഉള്ളൂ ഞാൻ നിൽക്കുന്നിടത്തുനിന്ന്. എല്ലാ ദിവസം ഞാൻ ഈ വഴി പോകുന്നതാണ്. ജോലിക്ക് പോകുമ്പം ഈ വഴി കൂടെയാണ് എൻ്റെ ബസ് പോകുന്നത്. അപ്പോൾ ഞാൻ കാണും, ബസ്സിൽ ഇരുന്ന് കാണും. അപ്പം വിചാരിക്കും ഒന്ന് കണ്ടേക്കുക അല്ലെങ്കിൽ കാണണമെന്നും തോന്നിയില്ല. പിന്നെ ഞാൻ വിചാരിച്ചു എല്ലാ ദിവസം കാണുന്നതല്ലേ, ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വന്നത്. അപ്പം ഇറ്റ്സ് ഡെഫിനറ്റ്ലി വർത്ത്. ഇറ്റ്സ് ഓക്കെ. ഇന്നത്തെ ഡേ വെൽ സ്പെൻഡ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ സമയം മാറ്റി വെച്ച് വന്നതാണ്. അപ്പം ഒരു ഇരുട്ടാണ്, കാരണം ലൈറ്റിംഗ് ഒന്നും ഇല്ല. ടോപ്പ് വ്യൂവിൽ മിനിമം ലൈറ്റിംഗ് ആണ്. അത് കാരണമാണ് നിങ്ങൾക്ക് എൻ്റെ ഫേസ് അത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റാത്തത്. എനിവേസ് ഇതൊക്കെയുള്ളൂ. അങ്ങനെ ക്രിസ്മസ് മാർക്കറ്റൊക്കെ കഴിഞ്ഞു. അങ്ങനെ എനിവേസ് ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. അടുത്തത് ഞാൻ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. എന്തെങ്കിലും പ്ലാൻ ചെയ്യുവാണെങ്കിൽ അത് നിങ്ങളും കാണുന്നതായിരിക്കും. ഓക്കെ, എനിവേസ് സീ യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.